അഹമ്മദ് മാഷെ, വളരെ സന്തോഷമുണ്ട് കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും. ഇന്ന് നമുക്ക് പ്രധാനമായും രാഷ്ട്രീയ സംഭവങ്ങൾ ഓർക്കുമ്പോൾ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഒരേ ദിവസം കേരളത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വയനാട്ടിൽ രണ്ടാമത് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസ് പതാക അവിടെ ഉപയോഗിക്കുന്നില്ല. നമുക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെയും അതേക്കുറിച്ചുള്ള കമൻറ്റും വഴിയെ ചർച്ച ചെയ്യാം. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ പതാക ചരിത്രത്തിലാദ്യമായി ഉപേക്ഷിച്ചിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പോൾ കോൺഗ്രസ്സിനെ ആരാണ് ഇതിന് നിർബന്ധിച്ചത്? പയനിയർ പത്രത്തിൽ വന്ന ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം മുസ്ലിം ലീഗിൻ്റെ കർശനമായ ഉപദേശം സ്വീകരിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി സ്വമേധയാ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നാണ് പറയുന്നത്. അത് പിന്നെ പയനിയറിൻ്റെ പേപ്പർ കട്ടിങ്ങിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ ലീഗിൻ്റെ പിന്നെ നിർദ്ദേശം പാലിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ലീഗിനെ ഒരു കാലത്ത് അടുപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ഇത്തരത്തിലൊരു പരിതാപകരമായ അവസ്ഥയിൽ എത്തിപ്പെട്ടത് കോൺഗ്രസിൻ്റെ ഒരു തകർച്ചയാണോ അതോ ഒരു കാലത്ത് ചത്ത കുതിര എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു നേട്ടമാണ്? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായൊരു ചോദ്യവും പ്രസക്തമായ വിഷയവുമാണ് സർ. അത് രണ്ടും ചേർന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒന്ന്, കോൺഗ്രസിൻ്റെ പതനത്തിൻ്റെ ഒരു നിർണായകമായ ഘട്ടത്തിൽ അവരനുഭവിക്കുന്ന ഗതികേടാണ്, യാതൊരു തർക്കവുമില്ല. അത്ര തന്നെയാണ് മുസ്ലിം ലീഗിന് സ്വന്തം തറവാട്ടു പതാക വലിച്ചെറിയേണ്ടി വരിക, അത് ഒളിപ്പിച്ചു വെക്കാൻ സഖ്യകക്ഷികളെ കൂടി നിർബന്ധിക്കേണ്ടി വരിക. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ തന്നെ ഇവരുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങി ഒരു ചരിത്രഘട്ടത്തിൽ വലിയ പ്രക്ഷോഭം കൂട്ടി 1940 തൊട്ട് നിരന്തരമായ ശക്തമായ പ്രക്ഷോഭത്തിലൂടെ ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ വാങ്ങിപ്പോയതിൻ്റെ ദുരിതമോ അല്ലെങ്കിൽ അതിൻ്റെ ശാപമോ അതിൻ്റെ ഗതികേടോ മുസ്ലിം ലീഗ് തിരിച്ചറിയുകയും അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് കൂടി നിർബന്ധിച്ച് ഞങ്ങളുടെ പതാക ഞങ്ങളും ഒളിപ്പിച്ചു വെക്കുന്നു, നിങ്ങളുടെ പതാക കൂടി ഒന്ന് ഒളിപ്പിച്ചു വെച്ച് ഞങ്ങളെ ഒളിപ്പിക്കാൻ സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കേണ്ടിയും വരുന്ന ഏറ്റവും പരിഹാസ്യമായൊരു ചിത്രമാണിത്. സമാനമായൊരു ചില ട്രോളുകൾ സാറ് കണ്ടോന്നറിയില്ല. ഇന്നിപ്പോൾ ഈ രണ്ടോ മൂന്നോ പത്രങ്ങളിൽ പകരം ഇവർ ചെയ്യുന്ന പണി എന്നറിയാം, കുട്ടിക്കളിയാണ്. എല്ലാവരും ബലൂണുകൾ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പച്ച ബലൂണുകളും ത്രിവർണ്ണ നിറത്തിലുള്ള ബലൂണുകളും. അപ്പോൾ ബലൂണുകൾ വലിയ അപകടം ഉണ്ടാക്കുന്നില്ല എന്നാണ്. ഈ സുജാൻ സാറൊന്ന് ആലോചിച്ച് നോക്കൂ, രാഷ്ട്രീയമായി ഇവർ കാണുന്നൊരു കുഴപ്പം, ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് നോർത്ത് ഇന്ത്യക്കാർ തിരിച്ചറിയുന്നു. അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഇതേ കൊടി പിടിച്ചിട്ടാണ് അവർ വിഭജനം കണ്ടത്, കൂട്ടക്കൊലകൾ കണ്ടത്, ട്രെയിൻ ടു പാകിസ്ഥാൻ കണ്ടത്, ചോരച്ചാലുകൾ കണ്ടത്. ആ കണ്ടൊരു ഇന്ത്യ മറന്നിട്ടില്ല. ഇത്രയും കാലം അവരത്ര ഒളിപ്പിച്ച്. ഇപ്പോൾ മീഡിയ വലിയ തോതിൽ ഓരോ നിമിഷവും ലോകം മുഴുവൻ എത്തുന്നതുകൊണ്ട് ഇപ്പോൾ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു പ്രകടനത്തിൽ പാകിസ്ഥാൻ്റെ കൊടി കണ്ട് വടക്കേ ഇന്ത്യക്കാർ വലിയ തോതിൽ അന്താളിക്കുന്നു. ചെയ്യേണ്ടത് എന്താണെന്നാണ് സാർ പ്രധാനപ്പെട്ട ചോദ്യം. 2013 കോൺഗ്രസ്സിന് ഇത് ഒരു തിരിച്ചടിയായത് അനുഭവം അവരുടെ മുന്നിലുണ്ട്. അതിൽ നിന്ന് അവർ പാഠം പഠിച്ചു 2013. അതിന് പക്ഷെ പഠിക്കേണ്ട പാഠം എന്താണ്? പഠിക്കേണ്ട പാഠം ഇത് വലിയ തോതിൽ മുസ്ലിം ലീഗിന് തിരിച്ചടി നേരിട്ട കാലത്ത് വിഭജനത്തിന് ശേഷമുള്ള മുസ്ലിം ലീഗിനെ ദുർഗാപൂർ പ്രമേയം സാറിന് ഓർമ്മയുണ്ടാവും. ദുർഗാപൂർ കോൺഗ്രസിന്റെ AICCയുടെ ദുർഗാപൂർ പ്രമേയം മുസ്ലിം ലീഗിനെ അടുപ്പിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇവിടെ ഇപ്പോൾ മുക്കൂട്ട് മുന്നണിയിൽ ഒരുമിച്ച് മത്സരിച്ചിട്ട് പോലും 60 മന്ത്രിസഭയിൽ അവരെ എടുക്കാതെ പോയത്. എന്നിട്ട് CD സാഹിബിനെ സ്പീക്കറാക്കാൻ തീരുമാനിച്ചപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് വാ എന്ന് പറഞ്ഞത് സർവാദരണീയനായ CD സാഹിബ് അത് അംഗീകരിക്കേണ്ടി വന്നത്. CD സാഹിബ് മരിച്ചപ്പോൾ അതേ കണ്ടീഷൻ മുസ്ലിം ലീഗ് അംഗമല്ല എന്ന് എഴുതി കൊടുത്തിട്ടാണ് CH മുഹമ്മദ് കോയ CD സാഹിബ് മരിച്ചപ്പോൾ, ഒരു വർഷം കഴിഞ്ഞ് CD സാഹിബ് മരിച്ചപ്പോൾ CH മുഹമ്മദ് കോയ ആ വഴിയിലൂടെയൊക്കെ ഇവർ കടന്നു വരേണ്ടി വന്നത്. ഇവർ പഴയ പാകിസ്ഥാൻ വാദത്തെയും ആ വാദം ഉന്നയിച്ച സർവേന്ത്യ മുസ്ലിം ലീഗിനെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ്.
അത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യാനുള്ള രാഷ്ട്രീയ ബാധ്യത മുസ്ലിം ലീഗിനുണ്ട്. ആ പണി മുസ്ലിം ലീഗിനെ കൊണ്ട് എടുപ്പിക്കേണ്ട കാലത്ത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദയനീയാവസ്ഥ കൊണ്ട് ചെയ്യുന്നത് അതിനൊന്നും ഞങ്ങൾക്ക് നേരമില്ല, രാഷ്ട്രീയം പഠിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല എന്ന് മുസ്ലിം ലീഗ് പറയുകയാണ്. ആ പണി എടുക്കുന്നതിന് പകരം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞങ്ങൾക്ക് ഏതായാലും ഈ കൊടി പിടിച്ചിട്ട് അതിന് മറുപടി പറയാൻ വയ്യ, അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ കൊടി കൂടി ഒളിപ്പിച്ചു വെക്കൂ. ഇത് രാഷ്ട്രീയമായ ഒരു 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 ഈ പറഞ്ഞ അശ്ലീലം നിറഞ്ഞൊരു കാഴ്ചയല്ലേ അത്? ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഈ 543 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ മാത്രം രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നു, അതും ഇന്ത്യയുടെ തെക്കേ അറ്റത്ത്. അവിടെ ഒരു സഖ്യകക്ഷിയാണ്, കൊച്ചു സഖ്യകക്ഷിയാണ്. ഇന്ത്യയിലെ 2 സീറ്റ് 3 സീറ്റിലല്ലേ, തമിഴ്നാട്ടിലും കൂടി ഒരു സീറ്റ് ഉണ്ടെന്ന് 3 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ തിട്ടൂരം, അവരുടെ പരിഹാസ്യമായ നിലപാട്, അവരുടെ അവസരവാദം ഇന്ത്യയിൽ ഒരു തീർച്ചയായിട്ടും മുഖ്യ പ്രതിപക്ഷമെങ്കിലും ഇപ്പോഴും ആകാൻ കെൽപ്പുള്ള കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് ഈ ഗതികേടിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചതുകൊണ്ട് മാത്രം പോരല്ലോ. അല്ല, പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. വടക്കേ ഇന്ത്യയിലെ കുടുംബ പാർട്ടിക്ക് ദയനീയമായ തിരിച്ചടി വന്നപ്പോൾ ഈ കുടുംബ രാഷ്ട്രീയവും കൊണ്ട് കേരളത്തിലെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കുടുംബവാഴ്ചയുടെ സന്ദേശവും കൊണ്ട് യു പിയിലോ റായ്ബറേലിയിലോ അമേദിയിലോ നെഹ്റു കുടുംബത്തിലോ ഒരാൾക്കും ഇനി പിന്തുണയില്ല. അവിടെ നിന്ന് വയനാട്ടിലെത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കുടുംബവാഴ്ച കേരളം പോലുള്ളൊരു സ്ഥലത്ത് സ്ഥാപിച്ചെടുക്കാനുള്ള കുറുക്കോടി നേടുകയാണ് എന്ന് തീർച്ചയായും പ്രസംഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു രസമുള്ള ഈ മുമ്പെങ്ങുമില്ലാത്ത വിധം വിദേശ മാധ്യമങ്ങൾ ഇന്ത്യൻ ഇലക്ഷൻ നിരീക്ഷിക്കുന്ന ഒരു സമയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്നിറങ്ങുന്ന ടൈമിൻ്റെ മുഖപ്രസംഗം പരിശോധിച്ചു. അതിൽ മോഡിയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് യാതൊരു സന്ദേഹവും വേണ്ട എന്ന് ആരംഭിക്കുന്ന എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഇന്ന് നേരിടുന്നത് ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ ബാങ്ക്രപ്സി. ബൗദ്ധികമായ അത് വലിയ ഇഷ്യൂ തന്നെയാണ്. അതാണ് കോൺഗ്രസിനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ശരിയാണ് സാർ, അത് വളരെ കറക്റ്റാണ്. അവർക്ക് ഈ ഇഷ്യൂ വല്ലാതെ ഉണ്ട്. ആശയം എന്ന് പറയുന്ന ഒന്ന്, ദിശാബോധം എന്ന ഒന്ന്, ഐഡിയോളജി, പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന സാധനം, അവർ കടന്നു വന്ന ഒരു ലെഗസി ഉണ്ടല്ലോ, ഒരു പാരമ്പര്യത്തിൻ്റെ വഴി, ഗാന്ധിസം എന്ന മൂല്യം, നെഹ്റുവിൻ്റെ ഒരു രാഷ്ട്ര നിർമ്മാണ മാർഗങ്ങൾ, വെൽഫെയർ സ്റ്റേറ്റ് എന്ന സങ്കല്പം, എന്തെല്ലാം പറയാനുള്ളൊരു ഒരു പാർട്ടിയാണത്. മാത്രമല്ല എത്ര കൊല്ലത്തെ 120 കൊല്ലമല്ല, 1888 അല്ലേ, 120 കൊല്ലത്തെ. ഇപ്പോൾ ബി ജെ പി കൂടി വന്നാൽ 1980 അതിന് മുമ്പുണ്ടായിരുന്ന ജനസംഘം കൂടി കൂട്ടിയാൽ കൂടി വന്നാൽ അത്രയല്ലേ ഉള്ളൂ. അതിനെ അപേക്ഷിച്ച് എന്തുമാത്രം പറയാനുള്ള ഒരു പാർട്ടിയാണ്. അല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ദേശനിർമ്മാണത്തിന്റെ വലിയ പാരമ്പര്യമുള്ള ദേശീയ പ്രസ്ഥാനം. അവർക്ക് പറയാനൊരു ആശയമില്ലാതിരിക്കുക. അവർക്ക് പറയാനുള്ളതും അവർ ചെയ്തു വെച്ച ചരിത്രത്തിൻ്റെയും സകലമാന അടയാളങ്ങളും ആറ്റിക്കുറുക്കി വാർത്തെടുത്തൊരു കൊടിയാണ് ത്രിവർണ്ണ പതാക. അത് പൊക്കിപ്പിടിക്കാനുള്ള ആർജവും ഇല്ലാതിരിക്കുക. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നു, കൃത്യം പറഞ്ഞാൽ ഞാൻ കണക്ക് നോക്കുമ്പോൾ 3.5 താലൂക്കിൽ മാത്രമുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു ദേശീയ പാർട്ടി നയം തീരുമാനിക്കുക. അതിനകത്ത് ഒരു കാവ്യനീതിയുടെ പ്രശ്നമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ട് ഉള്ളത്. നമ്മുടെ ദേശീയ പതാകയുടെ ഒരു അനുകരണ രൂപമാണ് കോൺഗ്രസിൻ്റെ ചിഹ്നം. മാത്രമേ അശോക ചിഹ്നത്തിന് പകരം ചർക്ക വന്നു. അപ്പോൾ ദൂരെ നോക്കുക, ദേശീയ പതാകയുടെ രൂപം തന്നെയാണ് കോൺഗ്രസിൻ്റെ കൊടിക്കും. അപ്പോൾ അതിപ്പോൾ ഉപേക്ഷിക്കുക വഴി ഒരുപക്ഷെ അതൊരു ദേശത്തെ തന്നെ ഉപേക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെയും ഒരു വ്യാഖ്യാനം വരാമല്ലോ. അതെ, അങ്ങനെ ഒരു എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഈ കൊടിയെന്നും മുദ്രാവാക്യം എന്നൊക്കെ പറയുന്നത് അർത്ഥശൂന്യമാണ്. കൊടി ഒരു തുണിയാണ് എന്ന് അവർ തന്നെ പറയുകയാണ്. അതാണ് അങ്ങനെയും ഒരു പ്രസക്തമായ ചോദ്യം അതാണ്. കൊടികൾക്കിനി അർത്ഥമില്ല, കൊടികൾ കാലഹരണപ്പെട്ടിരിക്കുന്നു, ചിഹ്നങ്ങൾക്കിനി അർത്ഥമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക്
ആ രാഷ്ട്രീയം ആർജവത്തോടെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ പുതിയ ജനറേഷൻ ഒരു പക്ഷേ കേൾക്കും, അതെ. ഇനി ഞങ്ങൾക്ക് കൊടി വേണ്ട. അതെ. പക്ഷെ അതൊന്നും അല്ലല്ലോ സാർ ഇതിന്റെ പിന്നിൽ. അത്തരത്തിലുള്ള വയനാടിന് പുറത്ത് ഇറങ്ങും ഇത് ബാധകമല്ല. സാറിന്റെ ഒരു കാവ്യഭാവനയും പുതിയ കാലത്തിന്റെ രാഷ്ട്രീയ ചിന്തയും ഒക്കെ ചേർത്തുകൊണ്ട് ഇത്തരം സാധ്യതകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രിയപ്പെട്ട രാഹുൽ, ഇങ്ങനെ പറഞ്ഞോളൂ. പക്ഷെ അവർക്കത് പറയാനൊന്നുമുള്ള ആർജവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആലോചനയോ ഇല്ല. ഇത് വയനാട്ടിലെ ഒരു സൗകര്യവാദമാണ്. ഇതിന്റെ പേര് ഓപ്പർച്യൂണിസം എന്നാണ്. ഇത് പൊളിറ്റിക്സ് പോലും അല്ല. അത് വലിയ നാശം ഉണ്ടാക്കും. എന്തിന് എന്നാണ് ചോദ്യം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എൻ്റെ ഒരു ഉത്തമമായ ബോധ്യം, രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഭൂരിപക്ഷം വെച്ച് അത്രയും ഇപ്പോൾ വരില്ല എന്ന് വിചാരിക്കാം. കഴിഞ്ഞ തവണ അദ്ദേഹം പ്രധാനമന്ത്രിയാവും വന്നതാണ്, അല്ലെങ്കിൽ ആവുമെന്ന പ്രതീക്ഷയിൽ ജനത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഭൂരിപക്ഷം കുറച്ച് കുറയുമായിരിക്കും. അദ്ദേഹം അവിടെ തോൽക്കാനൊന്നും പോകുന്നില്ല. ഇനി മുസ്ലിം ലീഗിനോട് ഈ മുസ്ലിം ലീഗ് മാത്രം കൊടി പുറത്തെടുക്കണ്ട, തിരിച്ചല്ലേ പറയേണ്ടത്. ഞങ്ങളുടെ കൊടി കൊണ്ട്, ഞങ്ങളുടെ കൊടിയാണ് രാഷ്ട്രം മുഴുവൻ ഒരു പ്രതിപക്ഷത്തിൻ്റെ ശക്തിയായി ഉയർത്തി കാണിക്കാനുള്ളത്. ഇന്ത്യയിലെ എല്ലാ വാർഡിലും ഇപ്പോഴും ഒരു കമ്മിറ്റിയെങ്കിലുള്ള ഏക പാർട്ടി ഞങ്ങളാണ്, കോൺഗ്രസ് ആണ്. ഞങ്ങളുടെ കൊടി മാറ്റിവെച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ നേരിടാൻ ഞാനില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടത്. അതേസമയം നിങ്ങളില്ലെങ്കിലും ഇന്ത്യ ഉണ്ട്, നിങ്ങളില്ലെങ്കിലും ഇന്ത്യയിൽ പ്രതിപക്ഷമുണ്ട്. നിങ്ങൾക്ക് ഈ കേരളത്തിലെ 2 സീറ്റിലും തമിഴ്നാട്ടിലെ 1 സീറ്റിലും അല്ലേ ഞങ്ങൾ ഉള്ള വോട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതിന് ഒന്നും തടസ്സമില്ല. പക്ഷേ ഈ മണ്ഡലത്തിൽ നിങ്ങളുടെ കൊടി മാത്രം മാറ്റിവെക്കൂ എന്നല്ലേ പറയേണ്ടത്. മുസ്ലിം ലീഗിന്റെ കൊടി ഉള്ളതാണല്ലോ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം അതാണല്ലോ. അതിന് പരിഹാരം കാണേണ്ടത് ലീഗാണല്ലോ. പകരം കോൺഗ്രസിന് കൊടുക്കുന്ന അതേ പരിഗണന നിങ്ങളുടെ കൊടിയൊന്ന് മാറ്റിവെച്ച് തരുമോ, പകരം ഞങ്ങളുടെ കൊടിയും മാറ്റിവെക്കാം. പരിഹാസ്യമാണ് ഈ നിലപാട്. മുസ്ലിം ലീഗിന് വേണ്ടി, മുസ്ലിം ലീഗിന് മുമ്പിൽ സ്വന്തം ഐഡന്റിറ്റി പണയം വെക്കുന്ന ഈ നിലപാട് ഒരു മണ്ഡലത്തിലാണെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൻ്റെ വലിയ വിനാശകരമായ നിലപാടാണത്. അതെ, മുന്നണി ബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ദയനീയമായ കീഴടങ്ങലാണ്. മുന്നണി മര്യാദയൊന്നും അല്ലല്ലോ. മുന്നണി മര്യാദ എപ്പോഴും എന്താണ്, 2 കൂട്ടർക്കും വളർച്ചയുണ്ടാവും, അന്യോന്യമാണ്. 2 കൂട്ടർക്കും നേട്ടം ഉണ്ടാകണം. മാത്രമല്ല മൊത്തത്തിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ദേശീയ താല്പര്യത്തിന് ഗുണമുണ്ടാവണം. ഇങ്ങനെ വേറൊരു പ്രശ്നമുണ്ട്. ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട വേറൊരു ഘടകകക്ഷിയുടെ നേതാവ് സ്ഥാനാർത്ഥിയോടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അതെന്റെ വൈരുദ്ധ്യം വേറെയാണ്, വലിയ തമാശ. പലതരത്തിൽ ചർച്ച ചെയ്തതല്ല, തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതാണ്. അതിനിടയിലാണ് ഈ ഗിമ്മിക്ക് കാണിക്കുന്നത്. പരിഹാസ്യമാണെന്നേ പറയാനുള്ളൂ. മാത്രമല്ല ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പരിഹാസമാണ്. അതിൻ്റെ സങ്കടം കൂടി ഉണ്ട്. അത് ഞങ്ങളെപ്പോലുള്ളവർ എപ്പോഴും, സാറും അങ്ങനെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. ജനാധിപത്യത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി 370 സീറ്റ് BJPക്ക് തനിച്ചും 400 സീറ്റ് NDA മുന്നണിക്കും നേടി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ അതിൽ ജനാധിപത്യത്തിൻ്റെ ഒരു ആശങ്കയുണ്ട്. ആശങ്ക പങ്കിടുന്ന ഒരാളാണ് ഞാൻ. കാരണം 370 എന്ന് പറയുന്നത് വെറുതെ കൊടുത്തൊരു നമ്പറല്ല. നരേന്ദ്രമോദിജി വെറുതെ ഒന്നും പറയില്ല. 362 3-ൽ 2 ഭൂരിപക്ഷം. 3-ൽ 2 ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ പോലും ഏതു നേരത്തും എങ്ങനെയും ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് കിട്ടുമെന്നാണ്. BJP ഭരിക്കുന്നതിൽ ജനാധിപത്യത്തിൽ ആർക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ജനങ്ങൾക്ക് വേണ്ടി ജനക്ഷേമകരമായി ഭരിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. പക്ഷേ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ, പ്രത്യേകിച്ച് 3-ൽ 2 ഭൂരിപക്ഷത്തോടെ ഒരു കക്ഷിയും ഭരിക്കാതിരിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. അത് നമ്മളെന്നും ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ച കാലത്തും അതിൻ്റെ ദുരിതം മുഴുവൻ നമ്മൾ അനുഭവിച്ചു. അതുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ ഒരേ ഒരു ഗവൺമെൻറ് അങ്ങനെ വന്നിട്ടുള്ളൂ. അത് വലിയ അപകടം ഉണ്ടാക്കി. അത് ആ ഗവൺമെൻറ് തന്നെ നാശമായില്ലേ സ്വയം. അതുകൊണ്ട് ഈ സത്യത്തിൽ നരേന്ദ്രമോദിയെ ഒരു ന്യായമായ ഭൂരിപക്ഷത്തിൽ പിടിച്ചു നിർത്തുന്ന ഒരു പ്രബലമായ പ്രതിപക്ഷ കക്ഷിയായിട്ടെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ ഇന്ത്യ മുന്നണിയാണ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്ര പരിഹാസ്യമായ നിലപാടിലേക്ക് പോയാൽ ഇന്ത്യയുടെ ഭാവി എന്താകും എന്ന ചോദ്യമാണ് ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ വരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഈ തീരുമാനം ജനാധിപത്യത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയും പരിഹാസവുമാണ് എന്ന നോട്ടോടെ നമുക്ക് ഈ ചർച്ച തീർച്ചയായും അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.